ಹಾಯ್ ಗೈಸ್, ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಟು ಮೈ ಚಾನಲ್. ಇಂದು ಎಟ್ಟಿರೋ ಬಿರಿಯಾನಿ ಎಂಗನೆ ಹಾಕ್ರಿಚಂತ ನೋಕಬಾರು. ஒரு 1/2 kg ಎಟ್ಟಿರೆ நல்ல ಕ್ಲೀನ್ ಆಕಿತ್ತು. ಅದಕ್ಕೆ ஒரு 2 ಸ್ಪೂನ್ ಎತ್ತರ ಮಲವು ಚಿಲ್ಲಿ ಪೌಡರ್, പിന്നെ ഒരു ತೆಲ್ಲು ಟರ್ಮರಿಕ್ ಪೌಡರ್, പിന്നെ ಉಪ್ಪು, പിന്നെ ತೆಲ್ಲು ಬಡಿಸೊಪ್ಪುರ പൊടി ಎಲ್ಲ ಒಟ್ಟಿಗೆ ಇಟ್ಟಿತ್ತು, ಎಲ್ಲ ಮಿಕ್ಸ್ ಆಗಿತ್ತು. അതിൽ പിന്നെ ഒരു ഉപ്പമേ ഫ്രൈ ആക്കുക, ചുമ്മാ മാഗ്നേറ്റ് ആക്കി വെക്കൊന്നുമില്ല. ഒരു പാൻ സ്റ്റൗൽ വെച്ചിട്ട് ಅದಕ್ಕೆ ತೆಲ್ಲು കോക്കനട്ട് ഓയിൽ ബീത്തിತ್ತು. ഈ മിക്സ് ആക്കി വെച്ച് എട്ടിരതിൽ അത് ഇട്ടിട്ട് ತೆಲ್ಲು ഫ്രൈ ആക്കണം. നല്ല റോസ്റ്റ് അവരൊന്നും വേണ്ട, ತೆಲ್ಲು ಸ್ಮೂತ್ ചെയ്യുന്നെങ്കിൽ നല്ല ಅವರು ಯಾರ ಗಟ್ಟಿ ಹಂಗನೆಲ್ಲ ಇಲ್ಲ. ತೆಲ್ನಾರ ಮುಚ್ಚಿ ಬೇಕನು അതവിടെ വെന്തോന്ന് തിക്കറ്. ഇങ്ങനെ തെല്ല് തണ്ണി ಬಿಡ್ರದ അതിൽ പിന്നെ തെല്ല് സ്ലോ ആക്കി വെച്ചിങ്ങ ഇತ್ತು. ഈ എട്ടിರೋ ബിരിയാണി അവർക്ക് നിങ്ങൾ ആക്കി ട്രൈ ആക്കി നോക്കറ് ഗൈസ്. പിന്നെ അതിക്ക് ഒരു 4 ಟೊಮೆಟೊ, 4 ಆನಿಯನ್, ತೆಲ್ಲು ಕೊರಿಯಂಡರ್ ಲೀವ್ಸ್, പിന്നെ ഇഞ്ചിക്കായ് മലോ പേസ്റ്റ്. ഒരു കുക്കർ സ്റ്റൗർ ಮೇಲೆ വെച്ചിട്ട് അതിക്ക് ತೆಲ್ಲು കോക്കനട്ട് ഓയിൽ ಬೇಯ್ತಿತ್ತು. ഈ ചോപ്പാക്കി വെച്ച് ഓനിയൻ ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കണം. ಅದಕ್ಕೆ ತೆಲ್ಲು ಉಪ್ಪಿಡணும், ಬೇಗ ಆಯ್ತು. ತೆಲ್ನಾರ ಅದರ ಫ್ರೈ ಆಗಿ ಮುಚ್ಚಿ വെക്കണം. ഉള്ളി ತೆಲ್ಲು ಬಾಡಿಯಲ್ಲಿ പിന്നെ അതിക്ക് 2 ടേബിൾ സ്പൂൺ എത്ര ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം. ಚಾನಲ್ ನಿಂಗೆ ಇಷ್ಟ ಅವ್ರೇಂಟಾಯಂಗೆ ഒരു ಲೈಕ್ ಇಡೋಗ್ರು, ನನ್ನ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋರು. ಮೇ ವೆರೈಟಿ ರೆಸಿಪಿ ಇಟ್ಟು ಅಂತಿಕ್ರೆ ನನ್ನ ಚಾನಲ್ ವಾಚಿಂಗ್ ಹಾಕಿ ಅಂತಿಕ್ಕರು. ഈ പേസ്റ്റ് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. അതിൽ പിന്നെ ചോപ്പാക്കി വെച്ച് ടൊമാറ്റോ ഉണ്ടല്ലേ അതിൽ ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കണം. ഈ ബിരിയാണിയിലെ ടേസ്റ്റിൽ അടിപൊളി, അവർക്ക് ಹಾಕಿ ನೋಕರು ಗೈಸ್. ಟೊಮೆಟೊ ತೆಲ್ಲು ಫ್ರೈ ಆಗಿ പിന്നെ ಇದಕ್ಕೆ ಮಸಾಲ ಆಯ್ತು. ನಾನು ಗರಂ ಮಸಾಲ ಪೌಡರ್ ಮಾತ್ರ ಇಡ್ರಿ, ಬೇರೆಂದು ಯೂಸ್ ಹಾಕಲ್ಲ. അതിൽ ഇട്ടിട്ട് അതിൽ പിന്നെ ഈ റോസ്റ്റ് ആക്കി വെച്ച് ഒരു 5-6 എട്ടിട്ടെങ്കിൽ മെയ്യാവും. അതിൽ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ലിഡ് ക്ലോസ് ആക്കിയിട്ട് അടുത്തുള്ള കൊറിയൻഡർ ലീവ്സ് ഇടണം. അതിൽ പിന്നെ ലിഡ് ക്ലോസ് ആക്കിയിട്ട് ഒരു 2 വിസിൽ ಬರ್ಪಾಟೆಂಗೆ മെയ്യാവും. അടിക്ക് ಬಿಟ್ಕರೆಂಟಾಗಿ ഒരു ತೆಲ್ಲು ತನ್ನಿ ಬೀತಾ ತೆಲ್ಲು ചുമ്മാ ബീത്താണ്ട 2 വിസിൽ ಬರ್ಪಾಟണം. ഇപ്പോൾ ഇവിടെ ചോറാക്കാം. நான் 3 കപ്പ് അരി എടുത്തിരേൻ. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിക്ക് തെല്ല് ഗീ ഇട്ടേൻ. അതിൽ പിന്നെ തെല്ലതിക്ക് സൺഫ്ലവർ ഓയിലും മിക്സ് ആക്കിരേൻ. അതിൽ പിന്നെ ഓനിയൻ ഇട്ടിട്ട് നല്ല ഫ്രൈ ആവണം. ഫ്രൈ ആയി പിന്നെ അതിൽ എടുത്ത് സെപ്പറേറ്റ് ആക്കി വെക്കണം. അതിക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തണ്ണീരെ പോലെ 4.5 കപ്പ് തണ്ണി ബീത്തിരേൻ. അതിൽ ഒരു 1/2 കപ്പ് ಯಾರಮ್ಮೆ ಬೀತಿರೆ. ಅದು ಯಾರ ಬೀತಿಂಗ್ ചോറ് നല്ല ಬಿಡಿ ಆಗಿ ತಿಕ್ಕರಿಲ್ಲ, ಹಂಗೆ ಮುದ್ದೆ പോലെ ಅವರು ಸಮ ಬೇವರು ಇಲ್ಲ. ಅದಕ್ಕೆ ಉಪ್ಪಿಡணும். ಬೆನ್ಮೆ ಹತ್ರ ಉಪ್ಪಿಟ್ಟಿತ್ತು ಉಪ್ಪು ತೆಲ್ಲ ಯಾರಮ್ಮೆ ಇಡணும். ರೈಸ್ ಎಲ್ಲ ಬೆಂದು ತಾಂಬದು ಕರೆಕ್ಟ್ ಅವರು. അതിൽ പിന്നെ ಸ್ಪೈಸಸ್ ಇಡணும். ಅದಕ್ಕೆ ಎಲ್ಲ ಇಟ್ಟಿತ್ತು ತೆಲ್ನಾರ ಅದು ಲಿಡ್ ಕ್ಲೋಸ್ ಆಗಿ ಬೇಕணும். മസാല റെഡി ആയിട്ട് ഗൈസ്. തണ്ണി തളിച്ചാൽ പിന്നെ അതിക്ക് റൈസ് ഇടണം. റൈസ് ഇട്ടിട്ട് ഓർക്ക് തിരിച്ച് മറിച്ചിട്ട് ഇട്ടിട്ട് തെല്ലാര ദമ്മിൽ വെക്കണം. തെല്ല് നീമ്പു പാനിയും ഇടണം. ഇട്ടെങ്കിൽ റൈസ് നല്ല ಬಿಡಿ ആയി തിക്കറ്. അതിൽ പിന്നെ ഫ്ലെയിം സ്ലോ ആക്കി വെക്കണം. തന്നി തെല്ല് ബത്തിയമന്തല്ലേ പിന്നെ തെല്ല നേരം അങ്ങനെ അടി മറിച്ച് തിക്കണം. ചെന്ന് നല്ല ಬೇವರು വേണ്ട, ഒരു 3/4 ഭാഗ ಬೆಂದಂಗೆ മെയ്യാവും. ദമ്മിടുകൊണ്ടല്ലേ ചോറെಲ್ಲ റൈസ് ആಯ್ತು ಗೈಸ್. അതിൽ പിന്നെ അതിൽ ನಾನು ಅದೇ ಪ್ಯಾನ್ಲೆ ಮಸಾಲ ಮಿಕ್ಸ್ ಹಾಕ್ರೆ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിരേ. തെല്ല റൈസ് തെല്ല മസാല ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ബാക്കി പാതി റൈസ് ഇടണം. അതിൽ അതിൽ പിന്നെ ഈ മസാല ഇടണം. തെല്ല് ഓനിയൻ ഫ്രൈ ആക്കി വെച്ച ഓനിയൻ ഇല്ലേ അതിൽ ഇടണം.
ನನ್ನ ಚಾನಲ್ರು ಲೈಕ್ ಶೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಆಗೋಗು ಮರ್ಕಂಡ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆಲ್ಲ ಶೇರ್ ಹಾಕೋರು ತೆಲು ಗರಂ ಮಸಾಲ ಪೌಡರ್ ಇಡೋಣ ತೆಲ್ಲ ನೀಂಬು ಪಾನಿ ಬೀತ അതിൽ പിന്നെ രണ്ടാമത്തെ ലെയർ റൈസ് ഇട്ടിട്ട് അതിൽ അങ്ങനെ ഈ എട്ടിರೋ ಮಿಡ್ಲ್ ಬ್ಯಾನ್ಗೆ ಬೇಕಾ ನಾಚೊಂದೆಂಗೆ ವೀಡಿಯೋ ಇಡಗೈತು ಮೇಲೆ ಬೆಚ್ಚಿರೆ അങ്ങനെ ലിഡ് ക്ലോസ് ആക്കിയിട്ട് ഒരു പല പാൻ തവയിനെങ്കിൽ ಅದ್ರ ಮೇಲೆ ಈ ಪ್ಯಾನ್ ಬೆಚ್ಚಿತ್ತು ಸ್ಲೋಲಿ ದಮ್ ಇಟ್ಟು വെക്കണം എല്ലാവർക്കും ട്രൈ ആക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ. ജസാക്കല്ലാഹു ഖൈർ.